വെള്ളച്ചാട്ടത്തിൽ അങ്ങോട്ട് കുളിച്ചതാ. ഈ ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പറാണ്, അടിപൊളി. എന്നാ വെള്ളച്ചാട്ടം. നമ്മൾ ഇങ്ങനെ പെടലൊക്കെ ചെയ്യണം. അയാൾ കയറട്ടെ, എന്നിട്ട് പോവാം. ആ 2 മിനിറ്റ് വെയിറ്റ് ഇയാളാണ്. ഇതാണ് പോകുന്നത്. ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് വരാൻ പറഞ്ഞു. 4 മണിക്ക് നമ്മുടെ ഗൈഡ് പുറകിലുണ്ട്. ഇങ്ങനെ പോവാണ്. ഒരു 4-5 ടീമുണ്ട്. ഇങ്ങനെ വഴിക്ക് പോവാണ്. കാപ്പിത്തോട്ടം വന്നിട്ട് കാപ്പിത്തോട്ടം കണ്ടില്ല എന്ന് പറഞ്ഞു. ഇത് എവിടെ എന്താ പറഞ്ഞു ഇറങ്ങണ്ടത്? എന്താ റോബസ്റ്റാ? ഓക്കെ. കാപ്പി കണ്ടില്ല എന്ന് പരാതി ഉണ്ടല്ലോ. ചെടി എടുക്കണം. ഇതാണ് കാപ്പിച്ചെടി. കാപ്പിത്തോട്ടത്തിലെ കാപ്പിച്ചെടി. മഴ പെയ്തിട്ടേ ഈ ചെടികളൊക്കെ ഒന്ന് ഒലഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും കോഫി ബീനുകളൊക്കെ ഉണ്ട്. ഉണങ്ങി കിടക്കണ്ട്. ഇവിടെ കുറേ കോഫി ഉണ്ട്. അങ്ങനെ കുറച്ച് ബീനുകളേ ഉള്ളൂ. ബീന് കുറവാണ്. ഇപ്പോൾ സീസൺ അല്ലെന്ന് തോന്നുന്നു. പിന്നെ പച്ചയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിവിശാലമായ പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലം. കാണുമാതിരി നല്ല ചേരി ടൈപ്പ് വീടുകളൊക്കെ ഉണ്ട്. അവിടെ താമസിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കോഫി ഉണ്ടാക്കുന്ന സ്ഥലം. കോഫി വർക്കേഴ്സിന് തങ്ങാനുള്ള ക്വാർട്ടേഴ്സാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ചേരി വീടുകൾ പോലുണ്ട്. കുഴപ്പമില്ല. ഇതാണ് കോഫീൻ്റെ മുട്ട്. മൗണ്ടൻ സ്ട്രീം ലേക്ക് ബോട്ട് ഹൗസ് മൗണ്ടൻ സ്ട്രീം. ഇത് വീട്ടിൽ സ്വന്തം. ഫുള്ള് കാടും അടയ്ക്കാൻ മരങ്ങളും പിന്നെ വെള്ളമൊക്കെ ഉണ്ട് അപ്പുറത്ത്. പാൻ സഫാരി പോലും. അത് പകുതി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒക്കെ ഉണങ്ങിയ ഒരുമാതിരി ഉണക്ക അതിലൊന്നും പിടിക്കാത്ത പോലെ ഉണ്ട്. എല്ലാം പോയി. പിന്നെ താഴെയൊക്കെ ഇങ്ങനെ മഡ് റോഡാണ്. ഒരു ഓഫ് റോഡ് സംഭവം. ഇവിടെ ഇടയിൽ ഓരോ മരങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് പ്ലാവാണെന്ന് തോന്നുന്നു. പക്ഷെ ഒന്നിനും ഒരു ജീവനില്ലാത്ത പോലെ ഉണ്ട്. ഇവർ കട്ട് ചെയ്യുന്ന സമയമാണ് പുതിയത് വെച്ചുകൊടുക്കും. ഇവർ പറയുന്നത് ഇവിടെ ഒരു ലേക്ക് ഹൗസ് ഉണ്ട്, ഒരു ബോട്ട് ഹൗസ് ഉണ്ട്, പിന്നെ ലേക്ക് ബോട്ട് ഹൗസ്, പിന്നെ വെള്ളച്ചാട്ടം. ഈ 3 കൂടി ഇവരുടെ തന്നെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും ഇതിൽ നിന്നെങ്ങാനും പിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് പോയിൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടേക്ക് ഇരുന്ന് വിശാലമായിട്ട് 2 സിഗരറ്റൊക്കെ വലിക്കാം. എന്നിട്ടിങ്ങനെ ഇത് വെള്ളമൊക്കെ അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇടുവാണ് നമുക്ക് തോന്നുന്നുണ്ട്. കണ്ടാൽ നല്ല വെള്ളച്ചാട്ടമാണോ? നമ്മുടെ ലേക്ക് എത്തിട്ടോ. ഇതാണ് ലേക്ക്.
മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കെട്ടി നിർത്തിയിട്ട് ലേക്ക്. അതവിടെ മീൻ എന്തൊക്കെയാ പൊളയും, പാമ്പാണ് ഇനി. അപ്പോൾ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം, ഇവിടെ ലേക്ക്, ബോട്ട് ഹൗസ്, പെഡൽ ബോട്ടുണ്ട്, വേണമെങ്കിൽ പെഡൽ എടുക്കാം. നമ്മുടെ ബോട്ട് ഹൗസിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കയറും, വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ വട്ടം ചേരാം, ഒരു കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് പെഡൽ ബോട്ട്. ഇവിടെ ഒരാളിരിക്കാം, അവിടെ ഒരാളിരിക്കാം, അവിടെ ഒരാളിരിക്കാം, ഇവിടെ ഒരാൾ. 4 പേര് വേണമെങ്കിൽ ഇരിക്കാം. പെഡൽ ബോട്ട്. ഇമാരിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളിക്കാനുള്ള കല്ല് ഇത്ര ഉള്ളില്ലേ? ഫിഷിന് തീറ്റിയിട്ട് കൊടുക്കണം. ഓ ഓ ഓ ഓ അല്ലാതെ नेचुरल पानी है, 4 फीट है। हाँ ಇಲ್ಲಿ ಎಲ್ಲ ಒಮ್ಮೆ ಹಾಕಲ್ಲಲ್ಲಿ മീനിന് തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട്. മീനിൻ്റെ തീറ്റയാണത്. വലിയ മീനിൻ്റെ തീറ്റ, മീനിൻ്റെ തീറ്റ. 3 ലേക്ക്. വാട്ടർ പാർക്ക് ഇതേ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ പെഡലൊക്കെ ചെയ്യണം. അയാൾ കയറട്ടെ, എന്നിട്ട് പോവാം. ആ ഓക്കെ, നമ്മൾ ബോട്ടിങ്ങാണ്. ഇത് ബോട്ടിങ്. കാലിതാ എന്താ പരിപാടി. സംഭവം ഫുള്ള് പെഡലിങ്. കായലിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യണ്ടേ. ഓക്കെ, ഇതാണ് മൂവ് ചെയ്യുന്ന സാധനം. അത് ഇവിടെ മൂവ് ചെയ്യുന്ന സാധനമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ആ ഈ ടോട്ടോയ്സ്. ആമാം. അപ്പോൾ ഇത് കോഫി തോട്ടത്തിലൊരു നമ്മുടെ കാല് കടയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ സ്ലോ ആക്കാം. അപ്പോൾ ആ ഒരു മരമൊക്കെ ഉണ്ട് നടക്കിൽ, അതിൻ്റെ സൈഡിൽ കൂടെ പോവാം. ഫോട്ടോസ് ഉണ്ട്, പിന്നെ കുറേ മീനുണ്ട്, സംഭവങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ട്. അടിപൊളി പരിപാടിയാണ്. ബോട്ടിലാണ് ഞങ്ങളങ്ങനെ 4 പേരാണ് യാത്ര. 4 പേരാണ് യാത്ര. മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ കഴിഞ്ഞ് പോയി. കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഒരു വെള്ളമൊക്കെ നാച്ചുറൽ വാട്ടറാണ്. പക്ഷേ ഇവിടെ കെട്ടി നിർത്തി ഒരു ലേക്ക് പോലെ ആക്കി അതിലൊരു ബോട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഇതിലേക്ക് വെള്ളം വരുന്നുണ്ട്. നിറയെ കൊയ്യാക്ക മരങ്ങളുണ്ട്, 3 എണ്ണം. നമ്മുടെ കൂടെ വന്ന ടീമുകൾ ഇവരൊക്കെ ഉണ്ട്. അവർ ഓരോ കപ്പിൾസായിട്ട് ഓരോ സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബോട്ടായിരുന്നു തോന്നുന്നു പണ്ടത്തെ, അതല്ല ഏത്
അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതില്ല. കുറേ കുയ്യാക്ക മരങ്ങളുണ്ടോ, ഒക്കെ കുഞ്ഞു കുഞ്ഞതാണ്. പിന്നെ ഈ വെള്ളമൊക്കെ അടിപൊളിയാണ്. വെള്ളം, കോഫി തോട്ടമായി, അതിനോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടിയായി. സംഭവം നല്ലതാണ്. ഓഫ് റോഡ് വെള്ളം കഴിയും. 4 വഴിയൊക്കെ വെള്ളം വരുന്നുണ്ട്. വെള്ളം അധികം വരാം. ഇതുപോലെ ഉണ്ടാകും അമ്മായിൻ്റെ വീട്. ചന്ദ്രീൻ്റെ തൊടിയില്ലേ? അറിഞ്ഞോ വീട്ടിലോ? ഇവിടെ കറണ്ടൊക്കെ വന്നുണ്ട്. ഇതിലേക്ക് പോസ്റ്റ് കാലൊക്കെ വീണ പോലെ കിടക്കുന്നുണ്ട്. സംഭവമൊക്കെ കൊള്ളാം. തീരുമാനിച്ചു വെള്ളത്തിൽ ചില്ല് അടിപൊളി. ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ്. പക്ഷെ അടിപൊളി സംഭവം. നിറയെ വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഈ അവന്മാർ കുറച്ച് പേര് നമ്മുടെ ടീമിലാണ്. ഇവിടെ കുറേ പാറയും ഒക്കെ. വെള്ളം നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റ്, അടിപൊളി. മഴ കാറുണ്ട്. മഴ ചിലതൊക്കെ പാറുണ്ടോ എന്ന് ഡൗട്ട്. കയറി കൊയ്യാക്കട പൂവിനരെന്താ ഇഷ്ടം പോലെ കൊയ്യാക്കയുണ്ട്. നടുക്ക് പോയിട്ട് മീന് തീറ്റിട്ട് കൊടുത്തിട്ട് പിടിക്കുക. അതാണ്ടോ മീൻ പോകണോ? മീൻ ഓടുന്നു. നമ്മുടെ ബോട്ട് കരക്കി വയ്ക്കണം. ഇവിടെ പറയുകയാണ് അവർ. അവിടെ 2-3 പേര് ബോട്ടാക്കുന്നുണ്ട്. ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. അവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. അവർ 2 പേര് ബോട്ടിങ്ങിൽ. ഇവിടെ എത്ര നേരം വേണ്ട പറഞ്ഞവരാണ് ബോട്ടിങ്ങിന്. പിന്നെ 2 പേര് പോയി. ഈ ചെടീൻ്റെ പൂ കാണാൻ നല്ല രസമുണ്ട്. പച്ച വെള്ള. ഇതെന്തോ ഒരു വെറൈറ്റി. ഇവരിവിടെ ഒരു കായൽ വേണം. ഇല്ല വേറെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. മരം കണ്ട പാമ്പ് പോലെയുണ്ട്. ഇയാളിതൊക്കെ കണ്ടുകൊണ്ട് മടുത്തായിരിക്കും. അങ്ങനെ 2 ടീം, ഇവിടെ 2 ടീം, ഇങ്ങനെ പുറകിൽ 2 ടീം, ഇങ്ങനെ ടീമുകളൊക്കെ ടീമാണ്. വാട്ടർഫാൾസ് ഇതിലേക്ക് ഇറങ്ങി. പക്ഷേ ഇതിലാണ് ये पानी है സെയിം വാട്ടർ പാള. ഇറങ്ങിയിട്ട് പിന്നെ കയറണല്ലേ ഈശ്വര. കാഫി ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയൊക്കെയാണോ എല്ലാവിടെയും കാഫി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ചെടികൾ. കോഫിയിൽ മീനൊന്നും കാണാനില്ല. നല്ലൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കൂടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് വെള്ളപ്പാട്ടത്തേക്ക് പോകാൻ. അടുത്തേക്കൊക്കെ പോകുമ്പോൾ വീഴാതെ നോക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൗണ്ടാണ്. അതാണ് വെള്ളച്ചാട്ടം. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി വരണം. ഇങ്ങനെ ഇറങ്ങി പോകണം. കാടൊക്കെ ക്ലൈംബ് ചെയ്യണം. പിന്നെ വെള്ളച്ചാട്ടം കാണാൻ പോകാം. വെള്ളച്ചാട്ടം അവിടെ പോകണം. താഴെ താഴെ പോകുമ്പോഴേ ചാട്ടം. എന്നാ മൊബൈലും സിഗരറ്റൊക്കെ വെച്ചാൽ ഓക്കെ. അങ്ങനെ വാട്ടർഫാൾസ് കഴിഞ്ഞ് ഇനി നമ്മൾ അവരവിടെ റൊമാൻസൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലം കൂടെ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി പോകണം. എൻ്റെ അമ്മേ സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഗുഹയിലാണ് അതിന് പോകേണ്ടത്. ഇവിടെ വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കണില്ലേ? അടിപൊളിയാണ്. അതിന് നമുക്ക് ഞാൻ മുഖമൊക്കെ കഴിയണം. ഇവിടെ ഗുഹയ്ക്ക് പോവാം.
500 മീറ്റർ പോകണം അത്രേ. ഇവിടെ പോവാം. ആകെ കയറണം. ഇത് എവിടെയാണ് കേവ് തോന്നുന്നത്? സൗണ്ട് എങ്ങനെ കേവിൽ കേൾക്കുക? പോകാം, വീഡിയോ എടുക്കാം. ഗുഹയ്ക്ക് പോകണം. ഇതാണ് കേവ് കേട്ടോ. കേവ് കാട്ടിൻ്റെ ഉള്ളിൽ കേറിയിരിക്കും. ഗുഹ. ഇതാണ് ഗുഹ. മാറ നേരത്തെ വരും. അല്ലല്ല ഇനിയുണ്ടാവും. അതാ ഗുഹ താഴെയുണ്ട്. ഗുഹ ഇത് പാറ. പാമ്പ വലിയ അങ്ങനെ വരാൻ പറയും, പണി കിട്ടും. ഇല്ല ഇത് കാടല്ലേ. സംഭവം ഇത് കൊള്ളാം കേട്ടോ. പക്ഷെ എങ്ങനെ കയറി വരും? ഫ്രീ റോക്സൊക്കെ ഉണ്ട്, വെള്ളമൊക്കെയാണ്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെള്ളം വരുന്നത്. സംഭവം കേവാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുന്നതോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. കല്ലൊക്കെ കെട്ടി കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെ വെള്ളച്ചാട്ടമുണ്ട്, ഇവിടെ കേവുണ്ട്. എന്ത് കേവാണ് നോക്കട്ടെ. കണ്ട് ഉണ്ട് കേട്ടോ. ഇതാ മണലുണ്ട്. വാ വരുന്ന ആ ചെരുപ്പ് അയച്ചു വെക്കായിരുന്നു. പിന്നെ പണി കിട്ടും. വവ്വാലിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. നീ ചെരുപ്പ് നനയ്ക്കണ്ട, അവിടെ വെച്ചോ. കേവ്. ഓ ഇതാ കേവ്. ഇതൊക്കെ തന്നെ കേവ്. മൊത്തം വെള്ളത്തിൽ ഇതാ. ഇതിൽ നടക്കാം സുഖമായിട്ട്. വാ, മണലാണ്. ഇതാണ് കേവുകൾ. ഇതാ കേവ് ചേർത്. ഇതൊക്കെ കേവൻ. എവിടെ അങ്ങേരി വന്നില്ല? സംഭവം ഇവിടെ ആയിരിക്കും കല്ലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല പരിപാടി. നല്ല എന്താ പറയുക, കല്ലും ഉള്ളത്. ഇത് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പോയി നോക്കട്ടെ. പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിന് കടപ്പേക്ക്. ഓ എന്നാ വെള്ളച്ചാട്ടാ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ സംഭവം കൊള്ളാല്ലേ. കേവ്, നല്ല വെള്ളച്ചാട്ടം. സംഭവം മൊത്തം മലയാളി നല്ല കല്ല് പാറകൾ. വെള്ളച്ചാട്ടത്തിൽ അങ്ങോട്ട് കുളിച്ചുട്ടോ. ഈ ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂപ്പറാണ്, അടിപൊളി. എല്ലാം സൂപ്പർ, മൊത്തത്തിൽ സൂപ്പർ. നമുക്കൊന്ന് പൊക്കി കണ്ടാലോ. അവരൊക്കെ അവിടെ ഇരിക്കണേ. അങ്ങോട്ട് പോകുന്നത് എവിടെയാ ഗുഹ? ഓ താഴ്സാണ് യാത്ര, ഭയങ്കര പാടാണ്. ചെരുപ്പ് വഴുത്തില്ല എന്ന് വിചാരിക്കുന്നു. ഭയങ്കര പാടാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ വീട്ടിൽ ബാക്കിൽ പുഴയുള്ളത് കണ്ടിട്ട് നമുക്കിതൊന്നും വിഷയമില്ല. നമ്മൾ ബനിയനൊക്കെ കഴിച്ച് കാടിൻ്റെ വഴികളിലൂടെ ഇങ്ങനെ പോകുന്നു. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. ഗുഹ എന്ന് പറഞ്ഞല്ലേ, എല്ലാം ഗുഹ കേട്ടോ. എല്ലാം ഗുഹയാണ്. മൊത്തത്തിൽ അവിടെയൊക്കെ പാറയെ കൊമ്പൻ സംഭവങ്ങളാണ്. കൊള്ളാട്ടോ. അപ്പോൾ അവിടെ ഗുഹയുണ്ട്.
ഓക്കെ പോയി നോക്കാം. ഇതാ വലിയ ഗുഹ. എന്തായാലും നല്ല സ്ഥലമുണ്ടാകും. ഒരു ശല്യമില്ല, വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം കേട്ടിട്ട് ഇങ്ങനെ കാട്ടരുമീൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നല്ല രസമല്ലേ. ടവറും ഇല്ല, മൊബൈലും ഇല്ല, ഒന്നുമില്ല. സുഖം, സ്വസ്ഥം, അടിപൊളി. അയ്യോ എടുത്തില്ലേ. അപ്പോൾ ഗുഹ ടീമുകൾ അവിടെ ഉണ്ട്. ഇതാണ് ഡൂനോട്ടിലിട്ട് പിരിഞ്ഞു പോകരുത്, ഒന്നും ചെയ്യരുത്. ഇല്ലാണ്ട് കയറി വന്നു. നല്ല ടയറാട്ടോ. അടിയിൽ പോയി ഇത്തിരി അടിയിലായിരുന്നു. നമ്മുടെ കാപ്പിത്തോട്ടം ഇവിടെ വിശാലമായിട്ടുണ്ട്. അയ്യോ കാപ്പി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല കാപ്പികൾ കഴിഞ്ഞാൽ ഇതാ മറ്റേ കുരുമുളകുണ്ട്. അത് കഴിഞ്ഞാൽ ഇതാ ഓറഞ്ചില്ല, ഓറഞ്ച് മരം മാത്രമേ ഉള്ളൂ. കയറി മടുത്ത് അമ്മേ. ജോർജ് നീ മുളകിലേക്ക് വന്നിട്ടുണ്ട്. ഓരോ അരുവി വെള്ളം പോകണം. കുറേ തക്കാളി ചെടി ഉണ്ടല്ലോ, പടുവത്ത് അവിടെ നിന്ന് എവിടെയെങ്കിലൊക്കെ വേസ്റ്റായ തക്കാളി വലിച്ചെറിഞ്ഞായിരിക്കും. നമ്മുടെ നാച്ചുറൽ നിർമ്മാണം. നമ്മുടെ കൃഷി നിർമ്മാണം അല്ല.